സാറിന് താല്പര്യമാണെങ്കിൽ നമുക്ക് അങ്ങ് ഉറപ്പിക്കാം. അങ്ങനെ ഉറപ്പിക്കുന്നില്ല. നിങ്ങൾ പറയുന്ന വില അല്പം കൂടുതലാ, കുറച്ച് കുറയ്ക്ക്. ഞങ്ങളൊക്കെ ഇഷ്ടംപോലെ സ്ഥലം വാങ്ങിയിട്ടുള്ളവരാ, അതുകൊണ്ട് വിലയൊക്കെ ഞങ്ങൾക്ക് അറിയാം. ഞങ്ങളെ പറ്റിക്കാനൊന്നും നോക്കണ്ട. ഇപ്പൊ പറഞ്ഞതിന്റെ പകുതി വിലക്കാണെങ്കിൽ ഇത് ഞങ്ങൾ വാങ്ങും, അല്ലെങ്കിൽ വേറെ ആളെ നോക്ക്. എക്സ്ക്യൂസ് മീ, ഒരു മിനിറ്റ് ഒന്ന് വരുമോ പ്ലീസ്? ആ കൊച്ച് ആരാ സാറേ? ഞങ്ങളുടെ മോളും മോനുവാ. അതെ, എന്താ ഉദ്ദേശം? എന്തുദ്ദേശം? ഈ സ്ഥല കച്ചവടത്തെ കുറിച്ചൊക്കെ അറിയൂ. അപ്പൊ പിന്നെ മിണ്ടാതിരിക്കണം. പറഞ്ഞതിന്റെ പകുതി വിലയ്ക്ക് വില പേശാൻ ഇത് ചന്തയല്ല. വാ തുറക്കരുത് പ്ലീസ്. വാ. ഒന്ന് നിന്നേ. എന്റെ മുതുമുത്തശ്ശൻ, അതായത് മൈ ഗ്രാൻഡ് 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 ഫാദർ, വൺ മിസ്റ്റർ ദിവാകര പണിക്കർ, പുള്ളിയൊരു റിയൽ എസ്റ്റേറ്റുകാരനായിരുന്നു. ആ പാരമ്പര്യം എനിക്കും കിട്ടിയിട്ടുണ്ട്. വിത്ത് ഗുണം 10 ഗുണം. അതെ, ഇവന്മാരൊക്കെ ബ്രോക്കർമാരാ. കമ്മീഷന്റെ മേൽ കമ്മീഷനാ. നമ്മൾ വില കുറച്ച് പറഞ്ഞാലും അവന്മാര് വന്ന പാർട്ടിയെ വിടൂല. ഇപ്പൊ മനസ്സിലായോ? മനസ്സിലായി. എന്ത് മനസ്സിലായി? മനസ്സിലാവാത്തത് മനസ്സിലായെന്ന് പറഞ്ഞ മനസ്സിലായതും കൂടെ മനസ്സിലാവാതെ പോവും. ഇത് ഞാനെന്ന് പറഞ്ഞ ഡയലോഗല്ലേ? അതിന് നടക്ക്. ആ, സ്ഥലം ഇഷ്ടപ്പെട്ടു. ഞാൻ പറഞ്ഞ വിലക്കാണെങ്കിൽ ഓക്കെ, ബാക്കി പിന്നാലെ അറിയിക്കാം. ഞാൻ അവരോട് ഒന്നുകൂടി ഒന്ന് സംസാരിക്കട്ടെ സാറേ. കുറച്ചുകൂടെ താത്തി പിടിക്കാൻ പറ്റുമോ നോക്കാം. ഈ കുട്ടി പറഞ്ഞുകൊണ്ട് മാത്രം. അല്ല, സാറും കുടുംബം തിരിച്ചു പോവോ? അല്ലെങ്കിൽ നമുക്ക് അവരുമായിട്ടൊന്ന് നേരിട്ട് സംസാരിക്കാം. അല്ല, അതൊക്കെ വിഷ്ണു തന്നെ സംസാരിച്ച് ഉറപ്പിച്ചാൽ മതി. എന്നിട്ട് ഞങ്ങളെ അറിയിക്കേ. അപ്പം ഞങ്ങൾ ഒരിക്കൽ കൂടി വരാം. ശരി, ആയിക്കോട്ടെ സാർ. അപ്പോ ഞാനങ്ങോട്ട്. ശരി. ആ, ഇപ്പൊ തനിക്ക് മനസ്സിലായോ വിലപേശാനുള്ള ഗുണം? ചന്തയില് മാത്രമല്ല, സ്ഥലവും വിലപേശി വാങ്ങാനേ ഈ ചിന്നുനറിയാം. പറയുന്നത് കേട്ടാ തോന്നും നിങ്ങൾ കുറെ സ്ഥലങ്ങൾ വാങ്ങിയിട്ടുള്ളതാണെന്നൊക്കെ. കണ്ടാലും പറയും റിയൽ എസ്റ്റേറ്റ് നടത്തുന്ന ആളാണെന്നൊക്കെ. ആ പോട്ടടാ, അറിയാത്തോണ്ടല്ലേ. അത് സമ്മതിച്ചില്ലല്ലോ, അഹങ്കാരി. ആ നീ വാ. ചന്ദ്രമ്മേ, ഈ ഡ്രൈവർ പയ്യനെ ഡ്രൈവറായിട്ട് തന്നെ നിർത്തണം, ഇല്ലെങ്കിലേ തലയിൽ കയറി നരങ്ങും. ചന്ദ്രമ്മ സാറിനോടൊന്ന് പറഞ്ഞേക്ക്.